प्लान के अच्छा उसको किसी और बस में बैठा दे इसने अच्छा കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ये निकल क्यों गई बस से अच्छा पहुंच गई ഇറങ്ങുന്ന കാണാതായപ്പോ ഇതിലും ഇല്ലെന്ന് ഞങ്ങൾ കരുതിയത്. ബസ് എത്തിയതറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഡ്രൈവർ അയക്കുന്നാണല്ലോ അമ്മായി പറഞ്ഞത്. അതാ കോമഡി. ഈ ലെറ്റർ എഴുതി വെച്ച് സ്ഥലം വിട്ടു. ആഹാ. എന്റെ അമ്മേ വന്ന് കേറിയില്ലല്ലോ. ഹലോ ഹലോ അച്ഛമ്മേ, റേഞ്ച് ഇല്ല. ये किसी घर आए फिर ये कौन होंगे इसके भैया भाभी? കല്യാണം ഉണ്ടാക്കാനും നടത്താനും ഒക്കെ അമ്മയ്ക്ക് പണ്ടേ വലിയ ഉത്സാഹ. രാഗിയുടെ കല്യാണത്തിന് എന്തായിരുന്നു ആവേശം. ഞങ്ങള് വഴിയില് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഏയ് ഇല്ല അങ്കിൾ. എങ്ങനെയുണ്ടായിരുന്നു ചെന്നൈയിലെ പ്രോജക്ട്? നന്നായിരുന്നു. പ്രൊജക്ട് ഷാപ്പാട്ട് രാമൻ കണ്ടിട്ട് കൊല്ലം കുറയായി. ഇനി എന്താ ശ്രേയയുടെ പരിപാടി? കോഴ്സ് കഴിഞ്ഞില്ലേ ഇപ്പോ? അതെ. എവിടെ ദീപ്തി? എത്തിയോ? നിനക്ക് എക്സാം ഇല്ലേ? कजन तो नहीं गए कजन के साथ അതൊരു ബോളിവുഡ് ഫിലിം പോലെ ഉണ്ട്. ലാസ്റ്റ് ഹീറോ മിസ്സിംഗ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ആളെ കാണാനില്ല. എങ്ങനെയുണ്ട് കക്ഷി? ഒന്നും ചോദിച്ചില്ല. അതാ തമാശ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയപ്പെടുന്നതിന് മുമ്പേ ചാടി കയറി മൊബൈൽ നമ്പർ ചോദിക്കേണ്ടതാണല്ലോ. എങ്കിൽ ഭൂലോക ഫ്രോഡ്. ഫ്രോഡ് ആവില്ല. ആക്സിഡന്റിൽ പെട്ട് തള്ളയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മെനക്കെട്ടതൊക്കെ സിൻസിയർ ആയിട്ട് തന്നെ. अच्छा ये डॉक्टर हैं इसके अंकल. ആ എന്താ ഇപ്പോ? എന്റെ സിഇഒക്കാ സാറ് ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് സംസാരിക്കാം. अच्छा ये लड़का है. ഫാമിലി ആയിട്ട് ദുബായിലാ കക്ഷി. ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ. ബാച്ചുലർ അല്ലേ? रेंट पे ले रहे हैं. അതെ, അറിയാലോ, ഭാര്യയെ പേടിക്കാതെ സ്മോൾ അടിക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ കൂടുന്ന സ്ഥലമാണ്. അതാ ഇവന്റെ ടെൻഷൻ. വാടകയ്ക്ക് കൊടുത്താ പിന്നെ വേറെ സ്ഥലം അന്വേഷിക്കണ്ടേ? ഇന്ന് തന്നെ തുടങ്ങണോ? നിഖിലേ, നിന്റെ സാറ് നമ്മുടെ ഗുരുവാകുന്ന ലക്ഷണം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറെ സാബിമാരെ കണ്ടിട്ടുള്ള. അയ്യേ മലയാളി. छोटा बच्चा था क्या वो? देख लो उसे. अभी जॉब के लिए ढूंढ रही है ना, जॉब पे ढूंढ रही है. इसने पता नहीं क्या कर रखा. वो तो चला गया. ഏതോ ഒരു ഏഴത്തോടിനെ തേടി നടക്കും. उसी के रिश्तेदार के साथ बैठा हो. ചുമ്മാതാ ചേച്ചി. जिसे ढूंढ रही हो भैया. എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ലഞ്ചിന്. എങ്കി ഞങ്ങളില്ലേ. സുധിയേട്ടനെ തന്നെ സഹിക്കാൻ പാടാ. പിന്നെ സുധിയേട്ടന്റെ ഫ്രണ്ട്സ്. താങ്ക്സ്. ഞാൻ താങ്ക്സ് പറയണില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണല്ലേ. अब देखेगा उसे. अब देखेगा. ഈ കുട്ടി എവിടെയോ കണ്ടു നല്ല പരിചയം. ഏതെങ്കിലും ചാനലിലെ വല്ല റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ടോ? ഏയ് ഇല്ല. फोटो खींचे थे. എന്തിനാ ഈ മൂക്ക് ഞാനിങ്ങനെ വളഞ്ഞു പിടിക്കുന്നത്? ചില മൂക്ക് വളഞ്ഞു. मिल गया उसे. ബസ് സ്റ്റാൻഡിലാവും ഇറങ്ങാന്ന് തോന്നിയതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചില്ലേ? ഞാൻ പിന്നെയും കണ്ടു പലയിടത്തും വെച്ച്. ആഹാ, ഷൈ. എനിക്കും സന്തോഷായി. എന്നോട് ദേഷ്യപ്പെടാതെ ഒരു വാക്കെങ്കിലും സംസാരിച്ചല്ലോ. അയ്യോ, അന്നത്തെ ആ തിരക്കില്ല. ജസ്റ്റ് 250 സർ. ഇന്നൊരു ദിവസം ഞാൻ ഈ കുട്ടികളുടെ കൂടെയാ. ഇന്ന് ഞാൻ അവരെ बच्चों को घुमाने ला रखा हो इन बच्चों को. ഇതുപോലെ യാദർച്ഛികമായിട്ട് ഇനിയും എവിടെയെങ്കിലും വെച്ച് और कॉन्फिडेंस लेंगे तो बोलेंगे. फोन बोल रहा है. ये बोल पा से उसकी दादी आ रही है. പുതിയ ഭാര. പുതിയ പാര രാഗിയുടെയും സുധിയുടെയും വകയാ. അമ്മമ്മയോട് പറയായിരുന്നു ഞങ്ങള്. അതെ, ശ്രേയക്കും കൂടെ താല്പര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് കെട്ട് കെട്ടിക്കണമെന്ന് എന്താ എല്ലാവർക്കും ഇത്ര വാശി? എപ്പോഴായാലും വേണ്ടേ? ഇക്കൊല്ലം നടന്നില്ലെങ്കിൽ 20 പഴുത്താ പിന്നെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. ഞാനും അമ്മമ്മയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ. എന്റെ കാര്യത്തില് ഈ മൂക്കലും പഴുക്കലും ഒന്നും ബാധകമല്ലേ.
ഏയ് ഇങ്ങോട്ട് വന്നേ, വാ. ഞാനിന്ന് കണ്ടു നമ്മുടെ എഴുത്തോടിന്റെ. ആണോ? പറയട്ടെ അമ്മമ്മയോട്. ഏയ് ഇപ്പൊ വേണ്ട, കൊളമാക്കും. ഇല്ലെങ്കിൽ അമ്മമ്മയും സുധിയേട്ടനും ഒക്കെ ഗൗതം മേനോന്റെ പിന്നാലെ പോകും. അവരങ്ങനെ अच्छा वहाँ चले गए पूछ देंगे എന്നിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ പാടില്ലേ? അത് ये भी नहीं जानते എങ്ങനെയാ പറയാ സിസ്റ്റർ പ്ലീസ്. आराम से उनके साथ है ഗ്രാൻഡ് മദറിന് ഷുഗർ जिसको ढूंढ रही है वो नहीं घर में ശീലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ടാക്കി തരാൻ സ്ഥിരമായിട്ട് ആരെങ്കിലും വേണ്ടേ? മനസ്സിലായോ അമ്മമ്മ ഉദ്ദേശിച്ചത്? इनके घर के रेंट पे तो रह रहा है ना. കൂടെ ഉണ്ട്. അന്ന് എന്റെ ഫ്ലാറ്റിൽ വന്നപ്പോ ഒരു ഫോട്ടോ കണ്ടില്ലേ, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുണ്ടോന്ന് ചോദിച്ചു. ആ കുട്ടി ഇവളുടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു കുടുംബത്തിലെ കുട്ടിയെ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഇതുപോലെ പരിചയപ്പെടുത്താൻ ബന്ധുക്കളൊന്നുമില്ല. ഉണ്ടാവും എവിടെയെങ്കിലൊക്കെ, ആരും അറിയില്ല എനിക്ക്. ലവ് മാരേജ് ആയിരുന്നു അച്ഛൻ്റെ അമ്മയുടെ. അച്ഛൻ ഒരു ദരിദ്രനാരായണൻ പോസ്റ്റ്മാന്റെ മോൻ. എനിക്ക് 7 വയസ്സുള്ളപ്പോ ശ്രീനഗറിലൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി. बारे में बता रहे हैं അച്ഛനും അമ്മയും पोस्टमैन थे इसके पापा. ഒരു രാത്രി ധാരാളല്ലേ. സുധി പറഞ്ഞാണില്ലേ? അച്ചമ്മ, ശ്രേയയുടെ അച്ചമ്മയാ ഞാൻ. ഇനി മോൻ അങ്ങനെ വിളിച്ചാ മതി എന്നെ. സരിക്കേ എന്നാ. അച്ഛാ എനിക്ക് വാശിയൊന്നുമല്ല. ശ്രുതിക്കും उसी से शादी कराना चाहते हैं ना उसकी है ये वही लड़का है. ഞാൻ പറയാം, സമയമായിട്ടില്ല, കുറച്ച് ദിവസം കൂടി. അതുവരെ എന്നെ നിർബന്ധിക്കല്ലേ. എനിക്ക് വട്ടാവേ. അയാള് വരുമ്പോ ഞാൻ എവിടേക്കെങ്കിലും മുങ്ങും. അപ്പൊ പിന്നെ എന്റെ അമ്മായിയമ്മയെ ഉടുത്തൊരുക്കി നിർത്താം. ഞാൻ ഏറ്റുപോയില്ലേ? ആ എന്തോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അയാള് കല്യാണം കഴിച്ചതാണെങ്കിലോ 3-4 കുട്ടികളുണ്ടെങ്കിലോ? ഏയ് അതൊന്നും ഇല്ലെങ്കി നീ എന്തിനാ? ഞാൻ വിളിക്കൂലേ? ഹലോ, अच्छा എന്റെ നമ്പർ എങ്ങനെ കിട്ടി? इसका नंबर कैसे मिला? യാദർശികാണെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ലേ ഇത്. अच्छा यहाँ आई थी वो, यहाँ से दिया उसने उसका കുട്ടി नंबर. വരുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അങ്ങോട്ടിരിക്കൂ. ऐसे बच्चे रहते हैं. നിങ്ങൾക്ക് തരാനില്ല. പ്രിയ ശ്രേയയ്ക്ക് ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇന്ന് നമ്മൾ തമ്മിൽ കാണുന്നില്ല, ഒന്നും പറഞ്ഞില്ല, കുട്ടിയെക്കുറിച്ചൊന്നും ചോദിച്ചുമില്ല. ഇനി വേണ്ട. പരസ്പരം അറിയാതെ हैं പക്ഷേ എല്ലാ ഇഷ്ടങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോ എനിക്ക് പോയേ പറ്റൂ. ചിലപ്പോ ഇഡിയറ്റ്. तो कहीं और जा रहे हैं. अच्छा ये फूल उसने दिया. सारे बच्चे वैसे ही हो ना. अच्छा इसके ഗൗതമേനും family വെയിറ്റ് भी ചെയ്യുന്നുണ്ട് നിന്നെ കാണാൻ. अच्छा वही तो है. अरे उसने ऐसे लिखा था बेवकूफ बनाने के लिए. ഞങ്ങളുടെ ഗൗതമേനൻ. मुझे तो पता था ना. എന്തിനായിരുന്നു തമാശ? ഇതാണ് വളഞ്ഞു മൂക്ക് പിടുത്തം. മനസ്സിലായില്ല? അങ്ങനെ ആ മൂക്ക് വളഞ്ഞു പിടിച്ചു. ഇന്ന് ആ अब വകയിലെ दिखा रहे हैं ना पहले वाला താനൊരു പകടി. जो बैठा था उस आदमी के साथ. ആ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള യാത്ര. അവിടെ ജനറൽ ഹരീന്ദ്രവർമ്മയുടെ അതിഥിയാവാൻ. इसका कुछ मकसद है. मकसद है हाँ. ജനറൽ ഹരീന്ദ്ര വർമ്മ, मकसद है सर. ഞാനും എന്റെ മിസ്സസും താങ്കളെ കാണാൻ कि കാത്തിരിക്കും. पहले से प्लान है इसका. ഞങ്ങളുടെ ഗസ്റ്റ് फिर उन लोगों से मिल रहा है ये. देख वही कह रहे हो जो हॉन्टेड फिल्म में था ना. ഞാൻ ആഘോഷിക്കാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. अब जा रहा है उस घर में ना शायद. अच्छा आर्मी कैंप भी है उधर. सोच रहा है वो, ये सोच रहे आर्मी गई थी वो आर्मी में था. आर्मी में तो था वो.
हाँ रिटायर्ड आर्मी ऑफिसर था ना, इसके पापा भी तो नहीं थे इसके साथ। एक घंटे इससे बजाता हो ना वहाँ पर गेट पे कि कोई आ गया इन्फॉर्म करने के लिए। पुराना भी सोच रहा है वो कि आर्मी आई थी, कैसा है याद में नहीं। हॉन्टिंग मेमोरीज। ये थी इसकी फैमिली है। इसकी बहन का क्या हुआ होगा पता नहीं चला अभी ना, पता नहीं ये कैसे बच गया, क्योंकि इसकी बहन और ये दोनों तो साथ में थे नहीं। गुड मॉर्निंग। दिखाने ऐसे तो नहीं इसकी बहन भी क्या पता जिंदा हो, पता नहीं। പിന്നെ സകല ദൈവങ്ങളെയും ഒരു റൗണ്ട് പ്രാർത്ഥിച്ചു. അമ്മ തന്നതാ മൂകാംബികയിലെ പ്രസാദം. തൊടു ഈ ഗൗതമേനോൻ എന്തൊരു ഏർപ്പെടുത്ത. എനിക്കിഷ്ടായത് ആ പാവ ഇഡിയറ്റിനെയാ. വെയിറ്റ് ചെയ്യാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ. ഇരിക്കെ. ഇവിടെ വന്ന അങ്കിളിന്റെ ചിട്ട എല്ലാവരും അനുസരിക്കണം. ഡോക്ടർമാർക്കും അല്പം ചിട്ടയൊക്കെ ആവാം. സുധിയേട്ടൻ കുളിക്കാതെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുന്ന അങ്കിള് കണ്ടുപിടിച്ചു. കൂട്ടത്തിൽ ഇന്നലത്തെ അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തും കഴിക്കും. നിനക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി കൂടെ? പണ്ടൊക്കെ പെൺകുട്ടികള് എന്നോട് ആദ്യം ചോദിച്ച ഡയലോഗ് ഇതാണോ? ഗ്രാൻഡ് പേഡ് അല്ല, അതിനു മുമ്പ് ചീറ്റി പോയ ആളോട്. ഇല്ല അച്ഛമ്മേ, ഇതൊന്നുമല്ല, ഒന്നാം തരം ട്രൂ സ്റ്റോറിയാ. ടൈറ്റാനിക് പോലെ ട്രാജഡി ആയിപ്പോയി. प्लान के लिए आ रखा है वहाँ, किसी प्लान से तो आ रखा ही है. ഇവിടെ തോക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് തോക്കണ്ട അച്ഛാ. ഈ കരുക്കളൊക്കെ വലിച്ച് ദൂരെ അറിയും. അത് നിന്റെ പണിയല്ലേ. അച്ഛനുമായിട്ട് കളിച്ച് തോക്കും. കളിയിലാണെങ്കിലും എന്നെ തോൽപ്പിക്കുന്ന ഒരാളെ എന്റെ മോള് കണ്ടുപിടിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ഇനിയിപ്പൊ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. ഗൗതമൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തീയതി നിശ്ചയിക്കണം. ये बिना बैकग्राउंड जाने गौतम का അച്ഛനാണ് ഇഷ്ടാവെന്ന് പറഞ്ഞ से तो शादी फिक्स कर रहे हैं. വരുമ്പോ എനിക്ക് बताया तो था പേടിയുണ്ടായിരുന്നു. उसने ना, बताया था लेकिन फिर भी खुद इन्फॉर्म नहीं कर रहे ना, क्योंकि ये तो उन्हें उससे पहले से जानते तो नहीं है. ഭഗവാന്റെ നിശ്ചയ അതങ്ങനെ വരൂ അല്ലേ ഗൗതം? ഞാനിപ്പോ വല്ലാത്ത, പിന്നെ അതിന് പറ്റിയൊരു സന്ദർഭം വരട്ടെ എന്ന് കരുതി. ഇപ്പോ പറയുമ്പോ എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആവും. പ്രത്യേകിച്ച് देखो बता रहा हूँ कुछ. കാശ്മീരിൽ അന്ന് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ആ രാത്രി എന്നെ രക്ഷിച്ച പട്ടാളക്കാരുടെ കൂട്ടത്തിൽ अच्छा इन्होंने बचाया था. സർ തന്നെയായത് ഒരു നിമിത്താവും. അല്ലെങ്കിൽ ആ സാറിന്റെ മോളെ തന്നെ ദൈവനിശ്ചയം തന്നെയാ ഗൗതം. അതാ ഇങ്ങനൊക്കെ ഒത്തുവന്നത്. സാർ എന്തോന്നും മിണ്ടാത്തത്? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ. ഇല്ല സർ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. സാറിന് ഓർമ്മ വരും